ഈ ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാനിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 3 ആഴ്ച കഴിയുകയാണ്. എന്നാലും അതിനകത്ത് മത്സരിച്ച ആൾക്കാരും പുറത്തുള്ള അവരുടെ ആരാധകരും തമ്മിലുള്ള വഴക്ക് ഇപ്പോഴും തുടരുകയാണ്. പ്രത്യേകിച്ച് PR സ്റ്റണ്ടുകൾ. ഇവിടെ ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ടോപ്പ് 3 ആയ ഷാനവാസ് പറഞ്ഞ ചില വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത്. ഷാനവാസിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ബിഗ് ബോസിൽ പോയത് പൊട്ടന് കളിക്കാനല്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഗെയിം എന്താണ് എന്ന് മനസ്സിലായി. ഗെയിമിൻ്റെ ഭാഗമായി തന്നെയാണ് ആദിലയോടും നൂറയോടും കൂട്ടുകൂടിയത്. അവരോട് പെങ്ങൾ പാസം കാണിച്ചതല്ല. എന്നെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ വന്നതാണ് അനീഷ്. അനീഷിനെ ഞാനും ഒറ്റതിരിഞ്ഞ് എന്നെ ആക്രമിച്ചു. ഇപ്പുറം അക്ബറും ടീമും ഗ്രൂപ്പ് തിരിഞ്ഞാണ് എന്നെ ആക്രമിക്കാൻ വന്നത്. ആദിലയും നൂറയും ഇതേ പ്രശ്നം അക്ബറിൽ നിന്നും ടീമിൽ നിന്നും നേരിട്ടു. ഞാൻ അനുഭവിക്കുന്ന സമാന പ്രശ്നങ്ങൾ അവരും നേരിടുന്നു എന്ന് കണ്ടപ്പോൾ അവരെ ചേർത്ത് പിടിച്ചു. പിന്നെ എനിക്കവരോട് മക്കളോടുള്ള സ്നേഹം, സഹോദരിമാരോടുള്ള സ്നേഹം പോലെയൊക്കെ കയറി വന്നു. എന്തിൻ്റെ പുറത്താണെങ്കിലും അവരെ മാറ്റി നിർത്താൻ തോന്നിയില്ല. അനീഷിനെയും മാറ്റി നിർത്താൻ തോന്നിയില്ല. അവർ മോർണിംഗ് ആക്ടിവിറ്റിയിലും മറ്റിടങ്ങളിലും എനിക്കെതിരെ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, കാണുന്നുമുണ്ട്. പക്ഷേ എനിക്ക് അവരോട് ദേഷ്യം തോന്നിയില്ല. അത് അവരുടെ ബുദ്ധിമോശം എന്നേ തോന്നിയുള്ളൂ. അവർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പുറത്ത് അതിന് നെഗറ്റീവ് അനുഭവിക്കേണ്ടി വരും. പറയേണ്ട സമയത്ത് അവരുടെ മുഖത്ത് നോക്കി നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഗെയിം കളിക്കേണ്ട സമയത്ത് അവർക്കെതിരെ ഞാൻ ഗെയിം കളിച്ചിട്ടുണ്ട്. ആദിലയും നൂറയും അവരുടെ ജീവിതത്തിൽ എന്ത് തീരുമാനം എടുത്തു എന്നത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ആ വിഷയത്തിൽ ആധികാരികമായി സംസാരിക്കാൻ അറിയില്ല. അതിനാൽ യോജിപ്പും വിയോജിപ്പും പറയാനാവില്ല. ഞാൻ അവരെ മനുഷ്യരായേ കണ്ടിട്ടുള്ളൂ. ഇതാണ് ഷാനവാസ് നിലവിൽ ആദിലയെയും നൂറയെയും പറ്റി ഏറ്റവും പുതിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ. എന്തായാലും അവിടെ ഷാനവാസ് ഗെയിമിന് വേണ്ടി ആദിലയെയും നൂറയെയും ഉപയോഗിച്ചു എന്നുള്ള ഫാൻസിൻ്റെ പരാമർശത്തിന് മറുപടിയായിട്ടാണ് ഷാനവാസ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. എന്തായാലും ബിഗ് ബോസ് എല്ലാം അവസാനിച്ചു. ഇവരെല്ലാവരും പുറത്തെത്തി അവരുടെ ജീവിതവുമായി മുന്നോട്ട് പോകട്ടെ. ഈ പറയുന്ന വഴക്കുകളും ബഹളങ്ങളും അവസാനിച്ച് നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ.